മഹാരാഷ്ട്ര മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കാണ് കേരളം ഒരു പാകിസ്ഥാനാണ് എന്നുള്ളത്. നിരന്തരമായിട്ട് കേരളത്തിനെ കരിവാരി തേക്കാൻ ബി ജെ പിക്കാർക്കല്ലെങ്കിലും പണ്ടേ മുതലുള്ള ഒരു മുട്ടാണത്. കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിടുന്നത് ആരാണെന്നറിയോ? ഇവിടെയുള്ള പാകിസ്ഥാൻ മനോഭാവമുള്ള മുസ്ലിങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. സോമാലിയയാണ് ഈ കേരളം എന്ന് മുന്നേ അമിത്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത്രേ ഉള്ളൂ. കേരളം നമ്പർ 1 ആയി നിൽക്കുന്നത് ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി കേരളം നിലനിൽക്കുന്നത് പല ആളുകൾക്ക് ഇഷ്ടമാവുന്നില്ല. അതിന്റെ മുൻപന്തിയിൽ ഇഷ്ടമാവാത്ത ഒരാളുണ്ട്, മാത്യു തോമസ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടോക്കാം. എത്രമാത്രം തീവ്രവാദം പാകിസ്ഥാനിലുണ്ട്, അത്രമാത്രം തീവ്രവാദം ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇസ്ലാമിക തീവ്രവാദം സംശയമുണ്ട്? സംശയമുണ്ടല്ലോ മാത്യുവേ, സംശയമുണ്ട്. പാകിസ്ഥാനിൽ എത്രത്തോളം മത തീവ്രവാദമുണ്ടോ അത്രത്തോളം കേരളത്തിലുണ്ട്. പാകിസ്ഥാനിൽ അത് ആരാണ് ചെയ്യുന്നത്? മുസ്ലിങ്ങളാണല്ലേ ചെയ്യുന്നത്. അത് ആരോടാ ചെയ്യുന്നത്? ഇന്ത്യയോടാണല്ലേ ചെയ്യുന്നത്. കേരളത്തിൽ ആരാണ് ചെയ്യുന്നത്? കേരളത്തിൽ നിന്നെ പോലെയുള്ള കുറെ എണ്ണവും അതുപോലെ തന്നെ ഹിന്ദുത്വ തീവ്ര മനോഭാവമുള്ള ആ മനോഭാവത്തിന്റെ പ്രശ്നമുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഹിന്ദു ഉണ്ട്, മുസൽമാൻ ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. പക്ഷെ അതൊന്നും ബഹുവൽക്കരിച്ചുകൊണ്ട് കേരളത്തെയാണ് എന്ന് പറയരുത്. അത് നീ മനസ്സിലാക്കണം. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളോ ഇന്ന സംഘടനയിലുള്ള കുറച്ച് ആളുകളോ മാത്രമാണ്. കേരളത്തിനെ ബഹുവൽക്കരിച്ചുകൊണ്ട് കേരളം പാകിസ്ഥാനാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ ജനിച്ച നീ ആ കേരളത്തിനെ തന്നെ അല്ലടാ ചവിട്ടി താഴ്ത്തുന്നത്. വളരെ നല്ല ഒരു കണ്ടുപിടുത്താണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും പാകിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫാനുകളുള്ള കേരളത്തിൽ. അത് ഇപ്പോഴൊന്നും ഉണ്ടായിരുന്നല്ല, ക്രിക്കറ്റും ഹോക്കിയും ആ സമയം മുതൽ. കാരണം മതപരമായ ഫാനുകൾ പാകിസ്ഥാനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് പോലുമല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാനുകളുള്ളത്. ഇനി നമ്മൾ ഓരോ വെർട്ടിക്കൽസ് എടുക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മതപരമായിട്ടാണ് അത്ര പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനോട് കേരളത്തിലുള്ള പല ആളുകൾക്കും താല്പര്യമുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലെയർ യുവരാജ് സിംഗ് ആയിരുന്നു. ഓക്കെ, പിന്നെ MS ധോണിയായി, പിന്നെ അങ്ങനെ പല കളിക്കാരുടെ പേരിലേക്ക് മാറി മാറി വരുമായിരുന്നു. അവർ കാലഹരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ ഔട്ടാവുന്ന സമയം മുതൽ പുതിയ ആളുകൾ തേടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ അത് യുവരാജ് സിംഗ് ആണ്. എന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓൾറൗണ്ടർ അഫ്രീദിയാണ്. അല്ല, അടിപൊളി പ്ലെയർ. അദ്ദേഹത്തിന്റെ കളി കാണാൻ ഈ 2020 ഒന്നും തുടങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ കളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ് അയാൾ. പക്ഷെ അതൊരിക്കലും എനിക്ക് ആ മതരാജ്യത്തിനോടുള്ള താല്പര്യമല്ല, എനിക്ക് ആ പ്ലെയറോടുള്ള ആ കളിയോടുള്ള താല്പര്യമാണ്. അപ്പൊ ക്രിക്കറ്റ് ഫുട്ബോൾ ഉള്ള കാലം മുതൽ അല്ലെങ്കിൽ സ്പോർട്സ് ഉള്ള കാലം മുതൽ കേരളത്തിലുള്ള ആളുകൾ മതം തിരിച്ചുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അടിപൊളി കണ്ടുപിടുത്തം കേട്ടോ. ഈ സ്പോർട്സിലേക്ക് മതം കുത്തിക്കയറ്റാൻ ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ആരും നമുക്കറിയാം അല്ലെ. അമിത്ഷായുടെ മകനെയൊക്കെ BCCയുടെ തലപ്പത്ത് കൊണ്ട് ഇരുത്തി അതിനകത്ത് കാവ്യവൽക്കരിക്കാൻ പോലും ചെയ്തപ്പോ അതൊക്കെ നീ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, കാണണ്ട. നിനക്ക് ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം മാത്രമാണല്ലോ ഉള്ളത്, ഹിന്ദുക്കളോട് വിരോധം ഇല്ല എന്ന് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. കാരണം മണി അടിക്കണം. ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുത്വ മനോഭാവമുള്ള BJPക്കാരായതുകൊണ്ട് മണി അടിച്ചേ വെക്കൂ. നിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നീ അതൊന്നും മിണ്ടരുത്. നിനക്ക് അപ്പോഴും ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ അവരെ മണിയടിച്ച് നിൽക്കുക. ഈ കാശ്മീരിൻ്റെതല്ല പാകിസ്ഥാന്റേതാണ് എന്ന് പറയുന്ന പാകിസ്ഥാനികളും പാകിസ്ഥാന് പുറത്തുപോയ പാകിസ്ഥാനികളും പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങളും പറയുന്നത് പാകിസ്ഥാന്റെയാണ്. പൊന്നെ, എന്തൊക്കെയാണ് ഈ പൊട്ടത്തെ പറഞ്ഞോട്ട്. KT ജലീൽ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണെന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് അദ്ദേഹം തന്നെ വിശദീകരണങ്ങളുമായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസ് പോലും വന്നതൊക്കെ ഊരിപ്പോകുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, പാകിസ്ഥാനും ഇപ്പൊ നമ്മുടെ ജമ്മു കാശ്മീരിലെ കുറച്ച് അതിർത്തി പ്രദേശങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നം, അത് അവരുടേതാണെന്ന് അവർ അവകാശം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ കൃത്യമായിട്ട് മുസ്ലിം ജിഹാദികളായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ സേനയ്ക്ക് നേരെ നടക്കുന്ന വൃത്തികേടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും ഈ ഒരു കാര്യത്തിൽ അനുകൂലിക്കില്ല. ഇന്ത്യൻ ആർമിയെ അതിക്രമിക്കുന്ന, ഇന്ത്യൻ ആർമിയെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് അതിനെതിരെ നിൽക്കാൻ ഇന്ത്യയിലുള്ള ഏത് മുസൽമാനും കൂടെ നിൽക്കും. പാകിസ്ഥാന്റെ ഭാഗമാണ് ജമ്മു കാശ്മീർ എന്ന് ഏതെങ്കിലും ഒരു മുസൽമാൻ പറഞ്ഞതായിട്ടുള്ള ഡാറ്റ രേഖ വെച്ച് മാത്യുവേ നീ പറ. KT ജലീൽ എന്തോ പറഞ്ഞു എന്നൊരു കാര്യം മാത്രമാണ് ഇദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ളത്. ഇനി KT ജലീൽ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KT ജലീൽ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ്, കേരളത്തിൻ്റെതല്ല. അത് നീ മനസ്സിലാക്കുക. എവിടെങ്കിലും ഒരു ഭീകരൻ ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൊന്നു കഴിയുമ്പോൾ ഇസ്ലാമിക മത തീവ്രവാദ പ്രവർത്തി ഇമോജി ഇടും സോഷ്യൽ മീഡിയയിൽ. ഏറ്റവും കൂടുതൽ ഇമോജി ഇടുന്ന കേരളത്തിലുള്ള മുസ്ലിങ്ങളാണ്. സംശയമുണ്ട്?
പൊന്നെ, ഇമോജികളുടെ എണ്ണം എടുക്കലായിരുന്നു കേട്ടോ തോമസിന്റെ പണി എന്ന് തോന്നുന്നത്. ഇയാളൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു, അത്യാവശ്യം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിനോട് ആ റെസ്പെക്ട് നഷ്ടപ്പെടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാർദ്ധക്യകാലം ആവുമ്പോഴേക്ക് മനസ്സിനകത്ത് ഇങ്ങനെ തിങ്ങി തിങ്ങി ഒളിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് പൊട്ടി പുറത്തേക്ക് വരികയാണ്. അത് മുസ്ലിം വിരുദ്ധത മാത്രമാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ മാത്രം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ട് അദ്ദേഹം മതത്തിൽ ജനിച്ചു വീണതുകൊണ്ടാകാം, എന്തോ ആവട്ടെ. എന്നിരുന്നാൽ പോലും ഒരിക്കലും ഇയാളെ ചൊറിയാത്ത ഒരു മതം, ആ മതത്തിനെ എന്തിന് നീ അങ്ങോട്ട് കയറി ചൊറിയുന്നു എന്നുള്ളതാണ്. ഒരാൾ പറയുകയാണ് കേരളം ഒരു പാകിസ്ഥാനാണ് എന്ന് പറയുമ്പോൾ അതെ അത് ശരിയാണ് എന്ന് പറയാനും മാത്രമുള്ള ആർജവം കാണിക്കുമ്പോൾ എത്ര വലിയ വിഡ്ഢി കൂഷ്മണ്ഡമായിരിക്കും ഇയാള്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ABVP-ക്കാരുണ്ട്, BJP-ക്കാരുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന SDPക്കാരുണ്ട്, വിരോധിക്കപ്പെട്ട സംഘടനകളുണ്ട്, എല്ലാവരുമുണ്ട്, എല്ലാ മനുഷ്യരുമുണ്ട്. പക്ഷെ BJP പറയുന്ന ഒരു കാര്യത്തെ ഒരിക്കലും നമ്മൾ ബഹുവൽക്കരിച്ചുകൊണ്ട് കേരളം ഇത് ചെയ്തു ഇത് പറഞ്ഞു എന്ന് പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവരുമാണ് അത് പറഞ്ഞെന്ന് പറയൂ? ഇല്ല. പക്ഷെ നീ പറയുന്നതും നീ കാണുന്നതുമാണ് നിന്റെ തെറ്റുകൾ. ഇവിടെ മതസൗഹാർദ്ദം എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെയുള്ള ജനതക്കറിയാം. ഒരു 20 വർഷമോ 15 വർഷമോ ഒരു പ്രശ്നവും ഇല്ലാതെ പോയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഇവിടെ മതം വിറ്റ് ജീവിച്ചാലേ ജീവിക്കാൻ കഴിയൂ, മതവർഗീയത പറഞ്ഞാൽ ജീവിക്കാൻ കഴിയുമെന്ന് അറിയുന്ന ചിലരാണ് പറയുന്നത്. നിരന്തരമായിട്ട് ഞാൻ ഇതിനെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തന്നെയാണ് ഞാൻ. ഒരു മതത്തെ അവഹേളിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല, ഒരിക്കലുമല്ല. ഇപ്പോ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വിയോജിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വ്യക്തി ഒരു സംസ്ഥാനത്തെ അപമാനിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറയാതെ അദ്ദേഹത്തിന് ഈ രീതിയിൽ പറയാം. കുറച്ചാളുകൾ ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് കേരളത്തിനെ അങ്ങനെ കാണരുത് എന്നാണ് ഒരു കേരളീയൻ പറയേണ്ടത്. പക്ഷെ ഇയാൾ കേരളീയനുമല്ല. പിന്നെ പാകിസ്ഥാനല്ല, പിന്നെ ഇന്ത്യയാണ്. ഇത് മിനി പാകിസ്ഥാന്. പക്ക മത തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയ ആയിട്ടങ്ങ് മാറി. പക്ക മത തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു ഏരിയയാണ് കേരളം എന്ന്. കൊള്ളാം. ഇവര് മലപ്പുറം ഭാഗങ്ങളെയൊക്കെയാണ് ഇവർ കൂടുതൽ ഈ കാര്യങ്ങൾ പറയുക. ഇവിടെ മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം, ഒരേ ഒരു സ്ഥലമാണ് ഈ കേരളം. കേരളത്തില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറയില്ല. ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. ആ തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? ഒരിക്കലുമല്ല. നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം വളരെ മോശമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് കേരളം തന്നെയാണ്. പട്ടിണി ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. വൈദ്യുതി എല്ലാ വീട്ടിലുമുള്ള ഒരു സംസ്ഥാനവും കേരളം മാത്രമാണ്, അല്ലേ? അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തു നിന്നും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ആളുകളാണ്. അത് ഇന്ത്യക്ക് മുതൽക്കൂട്ട് തന്നെയല്ലേ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തില്ലേ? അത്ര അധികം വിദേശ മണി പോലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊന്നുമില്ല. പിന്നെ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ആരാ പറയുന്നത്? ആ തെറ്റുകൾ ഞാനും ചൂണ്ടിക്കാണിക്കാറുണ്ട്. മലബാർ ഗോൾഡ് ഞാൻ എത്ര തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കുറിയിട്ടവനും കുരിശ് കഴുത്തിലിട്ടവനും ചെയ്തതിനെ കുറിച്ച് ഇയാളൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ പല അധ്യാപകരും, അത് ഏത് മതം പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും ശരി, സ്കൂളിൽ മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും ശരി, ചെയ്യുന്ന തെറ്റുകളുണ്ട്, ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്ന ആളത് ചെയ്തു എന്ന് മാത്രമല്ല പറയേണ്ടത്, മറ്റുള്ള ആളുകളും അത് ചെയ്തു എന്ന് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. നീ അതൊന്നും മിണ്ടുന്നില്ല, അല്ലേ? ഓക്കെ, കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ജനങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. ഏറ്റവും കൂടുതൽ ആന്റി രാജ്യമാണ്. അത്രമാത്രം കേരളത്തിലുണ്ടാവുന്നില്ല. പാകിസ്ഥാൻ മദ്രസയെ പഠിപ്പിക്കും, സ്വർഗത്തിൽ പോകാൻ, അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ കാഫറായിട്ട് കണ്ടവരെ അത്രമാത്രം കേരളത്തിൽ ചെയ്യുന്നില്ലയോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ മതപരമായിട്ടുള്ള ഒരു കാര്യമാണ്.
തീവ്രവാദപരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്ത് അനുവദിക്കാൻ പാടില്ല. ശരി തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ആളുകളെയൊക്കെ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ എന്ന് നോക്കാതെയാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. എന്നാൽ തെറ്റ് ചെയ്യാത്ത ആളുകൾ പോലും ജയിലിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇല്ലേ? അപ്പോ ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് മാത്രം ആ ഒരു ഇത് കാണിക്കുന്നത് ഇത്ര നല്ലതാണോ? അസഹിഷ്ണുത എന്നൊക്കെ പറയാം നമുക്കില്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? കേരളം പാകിസ്ഥാനാണ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് ഇവന്റെ പ്രശ്നം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മതേതര പാർട്ടിയല്ല. അത് ഞാനും സമ്മതിക്കുന്നു. അത് മുസ്ലിം ലീഗ് എന്ന പേര് കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഉണ്ട്, അല്ലെ? അപ്പോ അത്തരം ഒരു രാഷ്ട്രീയ സംഘടനയെ ഇവൻ ഏത് രീതിയിലാണ് കാണുന്നത്? നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ കൊടി വീശിയല്ലോ ഇവര് ഇലക്ഷൻ ജയിച്ചപ്പോ പാകിസ്ഥാന്റെ കൊടി വീശുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു മതചിഹ്നവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ചന്ദ്രന്റെയും നക്ഷത്രത്തിന്റെയൊക്കെ ചിഹ്നം വെക്കുന്നത്. അതിനെ ഇവർ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്ത് നോർത്ത് ഇന്ത്യൻസ് അത് എത്രത്തോളം മാറ്റിയെടുത്തോ അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇയാളും മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇയാളുടെ വീഡിയോ കാണുന്ന പല ആളുകളും ഉണ്ടാവില്ലേ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മലയാളികൾ ഉണ്ടാവില്ലേ? BJP അനുകൂലികൾ ഉണ്ടാവില്ലേ? ക്രിസംഖികൾ ഉണ്ടാവില്ലേ? അവരൊക്കെ ശരിയാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും ഒരു പാകിസ്ഥാൻ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതിനെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാത്യു ഇത്തരം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിനെ ഈ പറയുന്ന മതേതര പാർട്ടി എന്ന് പറയുന്നത് ഓടിച്ചിട്ടടിക്കണം. പക്ക വർഗീയ ഭീകരവാദി പാർട്ടിയാണ് ലീഗ്. തെളിവുൾപ്പെടെ ഞാൻ തരാം. അതിനകത്തുള്ളവര് E.T. മുഹമ്മദ് ബഷീർ എന്താ മോശമാണ്, അതിൻ്റെ പല നേതാക്കൾ മോശമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് നേതാക്കളുണ്ട്, കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ളവർ ആ രീതി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. എന്താ ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ മോശമാണ്. അയാളൊക്കെ മനസ്സിലിരിപ്പ് എന്തുവാ? നമുക്ക് ഹാഗിയ സോഫിയ വിഷയത്തിലൊക്കെ കാണാം. ചുമ്മാ പറയുന്നത് സെക്യുലറാണ്. പക്ക പാകിസ്ഥാൻ ഫ്ലാഗ് തന്നെയാണ്, പാകിസ്ഥാൻ തന്നെയാണ് അവര്. ഓക്കെ, അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അതിനുള്ള മറുപടി കൊടുക്കൂ. ഞാൻ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അത് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വീണ്ടും കാട് കയറും. അതുകൊണ്ടാണ് അതിനകത്ത് മെജോറിറ്റി അവരുടെ താല്പര്യം മതം മാത്രമാണ്. അവരുടെ താല്പര്യം ഇസ്ലാമിക രാജ്യമാണ്. ഇവർ തന്നെ പറഞ്ഞില്ലേ, SDPയുടെ നേതാവ് PFIയുടെ അടുത്ത 50 വർഷം കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാക്കണം, അത് കാലിഫേറ്റിന്റെ രീതിയിലാക്കണം. ഓക്കെ, അതിനുള്ള മറുപടി തരാം. ഹിന്ദു രാജ്യമാക്കണമെന്ന് RSS തുടങ്ങുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് 100 വർഷം തികയുമ്പോൾ ഹിന്ദു രാജ്യമാക്കും. 2025 കടക്കുമ്പോൾ 100 വർഷം തികയാണ്. അവർ പൂർണ്ണമായിട്ടും ഹിന്ദു രാജ്യം ആക്കാനുള്ള പരിപാടിയിലാണ്. ആ ഹിന്ദു രാജ്യമാക്കുമ്പോൾ അവിടെ മുസൽമാനും ഇല്ല, ക്രിസ്ത്യനും ഇല്ല, ആകെ ഹിന്ദുക്കളുള്ളൂ. എന്നാൽ ഹിന്ദുക്കളിലുള്ള ബ്രാഹ്മണിസം അത് മാത്രമാണ് നടപ്പിലാക്കാൻ പോവുകയും ചെയ്യുക. ആ ഒരു കാര്യത്തെ കുറിച്ച് താങ്കൾ എന്ന് പറയണേ. കാരണം അവരിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. തുടർ ഭരണം അവരെ തന്നെ ആവും ഇനി അങ്ങോട്ട്, സംശയമൊന്നും വേണ്ട. അത്ര നോർത്ത് ഇന്ത്യയിൽ അത്ര നല്ല ആൾക്കാരാണുള്ളത്, അതുകൊണ്ട് അവരെ തന്നെ ആവും. പക്ഷെ എവിടെയാണ് മുസ്ലിങ്ങൾ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിനെയോ അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തത്തിൽ അങ്ങ് പിടിച്ചു കുലുക്കിക്കൊണ്ട് മരണത്തിലേക്ക് കയറാൻ കഴിയുന്ന രീതിയിലുള്ളത്? എവിടെയുമില്ല. കേരളത്തിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഇനി നീ സപ്പോർട്ട് ചെയ്യുന്ന ഈ സംഘി പാർട്ടിയിലാണെങ്കിൽ പോലും മുസ്ലിങ്ങളുണ്ട്, അല്ലെ? എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടി, ആ ഒരു ലീഗിൽ അത്യാവശ്യം മുസ്ലിങ്ങളുണ്ട്. ഇവരാരെയാണോ നാളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ അധികാരത്തിൽ വരാറുണ്ട്. അതിന്റെ ഗുണങ്ങൾ പാർട്ടിക്ക് ഉണ്ടാവാറുണ്ട്. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഈ കേരളത്തിലല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പൊന്നുമോനെ 2050 ആകുമ്പോഴത്തേനും ഇവർ മുസ്ലിം രാജ്യമാവുമെന്ന് ഇവർ എത്ര ഉറപ്പിച്ച് പറയുക? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരാൻ കേട്ടോ. ഇന്ത്യയിലില്ല, അതുകൊണ്ടാണ്. ഈ താലിബാൻ അവിടെ ഭരണം പിടിച്ചെടുത്തു, അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലായിരുന്നു അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നത്, അതായത് അഫ്ഗാനിസ്ഥാൻ പിടിച്ച സമയത്ത്. കാരണം മതം, അതായത് ഇസ്ലാമിക രാജ്യം, അത്രമാത്രം പിന്തുണ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു പത്രം പറഞ്ഞില്ലേ, വിസ്മയം. ഈ പറയുന്ന കേരളത്തിലെ മത തീവ്രതയും ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന പത്രം, അവരുടെ ചാനൽ, അതിൻ്റെ അകത്ത് നടക്കുന്ന ഡിസ്കഷൻ എന്തോ കാശ്മീരിന് അനുകൂലമായിട്ട്, ഇന്ത്യക്കെതിരായിട്ട്, പാകിസ്ഥാൻ അനുകൂലമായിട്ട്, താലിബാൻ അനുകൂലമായിട്ട്, ഹമാസിന് അനുകൂലമായിട്ട്, ഹിസ്ബുള്ളക്ക് അനുകൂലമായിട്ട്. ഇതെന്തുവാ പിന്നെ? ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രത്യേക വിഭാഗമോ കുറച്ച് ആളുകളോ സംസാരിക്കുന്ന വിഷയം ബഹുവൽക്കരിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ജില്ലയുടെ മൊത്തം ആളുകളും ഇങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കുന്നതിലാണ് തെറ്റ്. മാധ്യമം എന്ന് പറഞ്ഞ പത്രം അന്ന് അവർ കൊടുത്തൊരു സാധനം എന്താണ്? അധിനിവേശം ഒഴിഞ്ഞു സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ വിമർശനം വന്നൊരു കാര്യമാണ്. അഫ്ഗാനെ കുറിച്ചിട്ട് എല്ലാം അറിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സത്യത്തിൽ അത് ശരിയായ രീതിയിലല്ല എന്ന് തുറന്നു പറഞ്ഞ ആളുകളാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങള്. അതും കൂടി ഒന്ന് പറയണം കേട്ടോ.
നീ പറയുന്ന മാധ്യമം എന്ന പത്രം വായിക്കുന്ന ആളുകളെ കുറിച്ചിട്ടോ ആ ഒരു മാധ്യമ പത്രം ഇറക്കുന്ന ആളുകളെ കുറിച്ചിട്ട് മാത്രമായിരിക്കണം. കേരളത്തെ കുറിച്ചാവരുത്, കേരളത്തിലുള്ള എല്ലാവരെയും കുറിച്ചാവരുത്, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും കുറിച്ചാവരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കുകയോ ഇല്ല, അതേപോലെ കോൺഗ്രസിന്റെ കൊടി പിടിക്കുകയോ ഇല്ല. പിന്നെ നീ സപ്പോർട്ട് ചെയ്യുന്ന BJPയുടെയും കൊടി പിടിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യില്ല. അത് നീ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ പിന്നെ കൊടി പിടിക്കുന്ന ആളുകളുണ്ട് BJPയിൽ. അത് പിന്നെ അവരുടെ സാമ്പത്തിക നേട്ടം പിന്നെ പോലെ മണിയടിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക, അത്രയേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, കുറച്ചു നേരം കൂടി കേൾക്കണേ. പാകിസ്ഥാൻ എത്രമാത്രം മത തീവ്രത വളർത്തി, അതായത് ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം മത തീവ്രതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. ISISന് പിന്തുണ കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഒസാമ ബിൻ ലാഡനും ബാഗ്ദാദിക്കും അവരുടെയൊക്കെ കബറടക്ക ശുശ്രൂഷ നടത്തിയത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും നടത്തിയിട്ടില്ല. ഓക്കെ, പാകിസ്ഥാൻ പോലെ പൂർണ്ണമായിട്ട് മത തീവ്രവാദം വളർത്തുന്ന തീവ്ര മനോഭാവമുള്ള ആളുകൾ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇനി ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഇതൊന്ന് ലഘൂകരിക്കൂ അല്ലെങ്കിൽ ഏകീകരിക്കൂ എന്ന് പറയാൻ എനിക്ക് വയ്യ. കാരണം ഇയാൾ അതിൽ തന്നെ ഉറച്ചുകൊണ്ട് 1000 തവണ ചിലപ്പോൾ അയാളുടെ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അടിച്ച് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും എന്നുള്ളതാ. എവിടെ ശരിയാവണം, ഒക്കെ തെറ്റാണ് നമുക്കറിയില്ലേ. ഇവർക്ക് പേടി എന്ന് പറയുന്ന മോദിയെയാണ്. കാരണം അവർ ഈ പറയുന്ന മതഭീകര വർഗീയവാദികളുടെ കൂടെ നിൽക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടിപൊളി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇസ്ലാമിക തീവ്ര ആ മനോഭാവത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. ഇവർക്ക് നരേന്ദ്രമോദിയെ പേടിയാണ് എന്നാ പറയുന്നത്. ഒരു കൃസംഗിയായ നീ ഭാവിയിൽ പേടിച്ചോളും. ഇപ്പൊ ഞാൻ പറയുന്നില്ല, നീ പേടിക്കൊരുക്കെ ഈ മോദിയെ കൊണ്ട് തന്നെ, കേട്ടോ. ആ കേരളം എന്ന് പറയുന്നത് മിനി പാകിസ്ഥാനാണ്. മദനി എന്ന് പറഞ്ഞ അവരുടെ സംഭാവനയാണ്. അതായത് ഈ പറയുന്ന മുഴുവൻ തീവ്രവാദം, അതായത് ഇപ്പോഴത്തെ PFIയുടെയും ലീഗിന്റെ അവർ ഈ പറയുന്ന ചുമ്മാത ഒരു കാരണവശാലും ഇവന്മാരെ വിശ്വസിക്കരുത്. അതായത് കേരളത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും മനസ്സിലാക്കുക, ഇതൊക്കെ ചുമ്മാ നമ്പരാണ്. യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് മതഭീകരവാദം തന്നെയാണ്. ഓക്കെ പൊന്നു മോനെ, ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും സപ്പോർട്ട് ചെയ്യാത്ത ഒന്ന് തീവ്രവാദ സംഘടനകളെയാണ്. RSSനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറവാ, വളരെ കുറച്ച് ആളുകൾ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പച്ചപിടിക്കാത്തത്. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് NDF എന്ന് പറയുന്ന ഈ സംഘടനകളെയും സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്, അല്ലെ? അപ്പൊ ഇത്തരം സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നീ സംസാരിച്ചോ? അത് പറയുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ മനോഭാവമാണെന്ന് നീ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്തേക്ക് എല്ലാ മുസ്ലിങ്ങളും എല്ലാ കേരളീയനും ഒരുപോലെ ഈ ഒരു പാകിസ്ഥാനിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണെന്ന് പറയുമ്പോൾ വളരെ മോശമല്ല എന്റെ പൊന്നു മാത്യുവേ. ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിനെ തന്നെ അപമാനിക്കുന്ന ആളുകളുടെ കൂടെ കൂടുമ്പോ നിനക്ക് നേട്ടമുണ്ടാവും, ഉറപ്പല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാണ്, പ്രായമാകുമ്പോൾ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ജീർണിച്ച ചിന്താഗതിയും അതിന്റെ മനസ്സിനകത്തുള്ള വർഗീയ ആ വിചാര ഒക്കെ പുറത്തു വരും. അത്രേ വന്നിട്ടുള്ളൂ. നിന്റെ മനസ്സിൽ നിന്നും വന്നത് അത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. KT ജലീൽ പറഞ്ഞ ഒരു വാക്ക് ഇദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പല പ്രവർത്തകരും ഇത് പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മദനി കേരളത്തിന്റെ സംഭാവനയാണെന്നും താലിബാൻ വിസ്മയം എന്ന് കേരളത്തിലുള്ള ആളുകൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇയാൾ. എന്താ പറയാ, കൂടുതലായിട്ട് എനിക്ക് ഇത് വലിച്ചു നീട്ടാൻ ഒരു ആഗ്രഹമില്ല. കേരളം ഒരിക്കലും ഒരു പാകിസ്ഥാനല്ല. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇന്ത്യക്ക് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. കേരളത്തിന് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന ആളുകളുടെ കൂടെ കൂടുതലാണ് നിന്നെ പോലെയുള്ള ആളുകൾ. സ്വാതന്ത്ര്യ സമയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പോലും കേരളത്തിലെ മുസൽമാന്മാർ കൊടുത്തിട്ടുള്ള സംഭാവനകളെ കുറിച്ചിട്ടൊന്നും ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പല ആളുകളും അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന മുസ്ലിം സ്വതന്ത്ര സമര സേനാനികളെ പോലും ചവിട്ടി താഴ്ത്തുകയാണ് ഇപ്പോ. എന്നിട്ട് ഷൂ നക്കിക്കൊടുത്ത് പാരമ്പര്യമുള്ള ആളെ നിന്നെ പോലെയുള്ള കൃസംഗികളും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയാണ്. ചരിത്രം ഇനിയും ഒന്നുകൂടി എഴുതണം എന്നാണ് നീ പറയുന്നത്. നീ എഴുതുന്ന ചരിത്രം എത്രത്തോളം വഷളായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെ? ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.